നമസ്കാരം. ജോൺസ് സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള ഒരു പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് പാർട്ട് വൈ, പാർട്ട് എ, പാർട്ട് സി, പാർട്ട് സെഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ പാർട്ടുകളെയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു 26-27 പാർട്ടുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പാർട്ട് എ, ബി, സി, ഡി, അങ്ങനെ. പാർട്ട് വൈ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പാർട്ട് വൈ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിരീക്ഷണത്തിൽ, ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ പറയുന്നത് എല്ലാ പാർട്ടുകളെയും കുറിച്ച് ആണ്. അതിൽ പ്രത്യേകമായിട്ട് ഈ പാർട്ട് വൈ എന്ന് പറയുന്ന ലോക തട്ടിപ്പിനെ കുറിച്ചാണ്. വിഭജനത്തിൻ്റെ പാർട്ട് വൈ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഒരു 10-27 കാര്യങ്ങളായിട്ട്, എണ്ണങ്ങളായിട്ട്, 26-27 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഒന്നിനെ വിഘടിപ്പിച്ചാൽ, വിഭജിച്ചാൽ അതിൽ ഒരെണ്ണമാണത്രേ പാർട്ട് വൈ. എ മുതൽ സെഡ് വരെയുള്ള ആൽഫബെറ്റ്സ്, ആൽഫ, ബെറ്റുകളിൽ ഒരെണ്ണമാണ് വൈ എന്ന് പറയുന്ന പാർട്ട്. ഈ പാർട്ട് വൈയെയാണ് എല്ലാവരും പാർട്ടി എന്ന് വിളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പാർട്ട് വൈ ആണ് പാർട്ടി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ഇന്ന് ക്ഷണിച്ച് കൊണ്ടുവരുന്നത്. 10, 26, 27 പാർട്ടുകളിൽ ഒന്ന് മാത്രം, ഒരെണ്ണം, 27 കഷ്ണങ്ങളിൽ ഒന്ന് പാർട്ട് വൈ. ഈ പാർട്ട് വൈ എന്ന് പറയുന്ന തട്ടിപ്പാണ് ഓരോ പാർട്ട് വൈയും തീരുമാനിക്കുന്നത് ഞാനാണ് ശരി എന്നുള്ളത്. ഓരോ പാർട്ട് വൈയും, ഈ പാർട്ട് വൈ എന്ന് പറയുന്നത് 27 പാർട്ടുകളിൽ ഒന്നായിരിക്കെ ഈ പാർട്ട് വൈ തന്നെ 900 എണ്ണമുണ്ട്. അപ്പൊ പാർട്ട് വൈയില് എത്ര എണ്ണമുണ്ട്? പാർട്ട് വൈ ഒരുപാട് എണ്ണമുണ്ട്. 27-ൽ ഒന്ന് മാത്രമാണ് പാർട്ട് വൈ. എ മുതൽ സെഡ് വരെയുള്ള 26-27 പാർട്ടുകളിൽ ഒരെണ്ണം മാത്രമാണ് പാർട്ട് വൈ. ഈ പാർട്ട് വൈയിൽ തന്നെ എണ്ണമറ്റ തരം പാർട്ട് വൈകളുണ്ട്. ഈ പാർട്ട് വൈയിലെ ഓരോ പാർട്ട് വൈയും പറയുന്നു ഞങ്ങളാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി. ഈ ഒരു വിഡ്ഢിത്തം ഭാരതീയന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതലാണ് പാർട്ട് വൈ എന്ന് പറയുന്ന വെസ്റ്റ് ഏൺ തട്ടിപ്പ്, മോഡ് ഏൺ തട്ടിപ്പ് ഭാരതീയന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഭാരതത്തിൽ ഈ തട്ടിപ്പുണ്ടായിരുന്നിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ഈ പാർട്ട് വൈ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 വരെ രാജഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. രാജഭരണം എന്തെന്നുള്ളത് വലിയൊരു വിഷയമാണ്.
രാജഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകൾക്കനുസൃതമായി പ്രജകൾക്ക് വേണ്ടി രാജ്യത്തിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനെയാണ് രാജഭരണം എന്ന് പറയുന്നത്. രാജഭരണത്തിൽ പ്രജയെ കൂട്ടിക്കൊടുക്കൽ എന്ന് പറയുന്ന തെമ്മാടിത്തം ഇല്ല. പ്രകൃതിയെ കൂട്ടിക്കൊടുക്കുക, പ്രജകളെ കൂട്ടിക്കൊടുക്കുക, പ്രകൃതിയെ വ്യഭിചരിക്കുക, പ്രജകളെയും പ്രകൃതിയെയും വിൽപ്പന ചരക്കാക്കി മാറ്റുക, ഇതൊന്നും രാജഭരണത്തിലില്ല. ഏത് കാലത്തെ രാജാവിൻ്റെ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 വരെയുള്ളത്. ഒരു രാജാവും പ്രകൃതിയെയോ പ്രജകളെയോ കുട്ടികളെയോ വിൽപ്പന ചരക്കാക്കുകയോ കൂട്ടിക്കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ രാജഭരണത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ പാർട്ട് വൈ എന്ന് പറയുന്ന തട്ടിപ്പിലേക്ക് ഭാരതീയരെ എത്തിക്കുന്നത്. ഏതെങ്കിലും ക്രൂരനായൊരു രാജാവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാരതം ഭരിച്ചിരുന്ന ക്രൂരനായ രാജാവ്. നിങ്ങൾ കേൾക്കില്ല. കാരണം ഭാരതം എന്ന് പറയുന്നത് അറിവുള്ള ആളുകൾ ഭരിച്ചിരുന്ന നാടാണ്. തൊള്ളെ തോന്നിയവർ ഭരിച്ചിട്ടുള്ള നാടല്ല. അത് തൊള്ളെ തോന്നിയവർ ചെയ്യുന്നതിനെ പുലിയാട്ടം എന്നാണ് പറയുന്നത്. അത് ഭരണവുമല്ല. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുക, ഇതൊന്നും രാജഭരണത്തിൽ വരുന്ന കാര്യങ്ങളല്ല. ആ രാജഭരണമാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 അവസാനിപ്പിച്ചിട്ട് പാർട്ട് വൈ കൊണ്ടുവന്ന് വെച്ചത്. 1950 ഒരു പാർട്ട് വൈയേ ഉണ്ടായിരുന്നുള്ളൂ. 1950 കഴിഞ്ഞപ്പോൾ പാർട്ട് വൈകളുടെ എണ്ണം കൂടി. 1950, 56, 59 ഇതൊക്കെ വരുമ്പോൾ പാർട്ട് വൈകളുടെ എണ്ണം കൂടി. പിന്നെ അവിടെയും ഇങ്ങനെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറേ പാർട്ട് വൈകളാണ് പൊട്ടിമുളപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഓരോ പാർട്ട് വൈയും പുലമ്പുന്നത് ആ പാർട്ട് വൈ മാത്രമാണ് ശരിയെന്നാണ്. അങ്ങനെ ഒരുപാട് പാർട്ട് വൈകൾ അവരവർ പറയുന്നതും അവരവർ ചെയ്യുന്നതുമായ തെമ്മാടിത്തങ്ങളും പിടിച്ചുപറികളും അക്രമങ്ങളും കൂട്ടിക്കൊടുപ്പും വിൽപ്പനയും ഭാരതീയ പ്രകൃതിയുടെ കശാപ്പും മാത്രം സ്രോതസ്സാക്കി അവരവരുടെ പാർട്ട് വൈ മാത്രം ചെയ്യുന്നത് ശരിയാണെന്ന് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ നമ്മൾ ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇന്ത്യ എന്നാക്കപ്പെട്ടിട്ടുള്ള, പാകിസ്ഥാൻ എന്നാക്കപ്പെട്ടിട്ടുള്ളത്, ബംഗ്ലാദേശ് എന്നാക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിൽ കണ്ടുവരുന്നത്. ഈ പാർട്ട് വൈകൾ ഉപയോഗിച്ചിട്ടാണ് ഭാരതത്തെയും ഭാരതീയരെയും, ഭാരതം എന്ന് പറയുമ്പോൾ നേപ്പാളം, ബംഗ്ലാദേശ് എന്നിപ്പോൾ പറയുന്നത്, പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും സ്ഥലങ്ങൾ, അഫ്ഗാനിസ്ഥാൻ്റെ വലിയൊരു ഭാഗം, ഇതൊക്കെ കൂടുന്നതാണ് ഭാരതം. ഈ ഭാരതത്തിനെ ഇവർ ചതിയിലൂടെ കൂട്ടിക്കൊടുക്കുന്നത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ. ഓരോ പാർട്ട് വൈയും പറയുന്നത് എന്താണ്? ആ പാർട്ട് വൈ മാത്രമാണ്, ആ പാർട്ട് വൈയുടെ കൂട്ടിക്കൊടുപ്പാണ് ശരി. അപ്പോൾ മറ്റേ പാർട്ട് വൈ പറയും ആ പാർട്ട് വൈ പറഞ്ഞത് തെറ്റാണ്, ഈ പാർട്ട് വൈ പറയുന്നതാണ് ശരി. ഇങ്ങനെ എണ്ണമറ്റ പാർട്ട് വൈകൾ അവരവർ ചെയ്യുന്ന തെമ്മാടിത്തങ്ങൾ, അടിസ്ഥാനമില്ലായ്മകൾ, തെറ്റിദ്ധാരണകൾ, ശൂദ്രത്വം മാത്രമാണ് ശരിയെന്ന്
പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ 1950 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമാണ്, പാർട്ട് വൈ എന്ന് പറഞ്ഞാൽ എ മുതൽ സെഡ് വരെയുള്ള പാർട്ടുകളുടെ ഒരു ഭാഗം മാത്രമായിട്ടുള്ള 26-27 കഷ്ണങ്ങളിൽ ഒരെണ്ണം മാത്രമായിട്ടുള്ള പാർട്ട് വൈയുടെ എണ്ണമറ്റ ഭാഗങ്ങളാണ്. പാർട്ട് വൈയുടെ മാത്രം എണ്ണമറ്റ ഭാഗങ്ങളാണ് പാർട്ട് വൈകൾ അഥവാ പാർട്ടീസ് എന്ന് പറയപ്പെടുന്ന ശൂദ്രക്കൂട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ അറിവിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ കണികൾ ശോഭിക്കുന്നില്ല. രാ ജ എന്ന് പറഞ്ഞാൽ രാ എന്ന് പറയുന്ന ജ്ഞാനം, അറിവ്. രാ ജ ജ ജനിക്കുന്നത്, അറിവിൽ നിന്ന് ജനിക്കുന്നവൻ രാജ. ആ രാജ ഉള്ള ഇടം രാജ്യം. ഇന്ത്യ ഈസ് എ കോൺട്രി, രാജ്യമല്ല. രാജാവുണ്ടെങ്കിലേ രാജ്യമുള്ളൂ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ 1950 മുതൽ ഇന്ത്യ ഈസ് എ കൺട്രി. അത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി. കൺട്രി COUNTRY എന്ന് പറഞ്ഞാലും CONTRY എന്ന് പറഞ്ഞാലും കോൺട്രി ആണ്. കോൺ CON, കോൺസ്റ്റിറ്റ്യൂഷൻ CON. കോൺസ്റ്റിറ്റ്യൂഷനിലും കോൺട്രിയിലും നിങ്ങൾ കാണുന്നത് CON എന്ന് പറയുന്ന കോണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ട് വൈയുടെ പേരും CON തുടങ്ങുന്നതാണ്. കോൺഗ്രസ് എന്ന തുടങ്ങുന്നത്. കോൺട്രി, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺഗ്രസ്. കോൺഗ്രസ് തുടങ്ങിയത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ആയിട്ടുള്ള 2 തെമ്മാടികളാണ്. അത് നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1885 അവർ തുടങ്ങിയത്. 2 ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് തുടങ്ങിയത്. A.O. ഹ്യൂം എന്ന് പറയുന്ന കള്ളനും ആനി ബെസന്റ് എന്ന് പറയുന്ന ഒരു കള്ളിയും കൂടി തുടങ്ങിയതാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1947 ഗാന്ധി പറഞ്ഞു ഇതിനെ പിരിച്ചുവിടാം, ഇതിന്റെ പരിപാടി കഴിഞ്ഞു, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, പിരിച്ചുവിടാന്ന് പറഞ്ഞു. 48 ആളെ വെടിവെച്ച് കൊന്നു. 50 കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുന്നു. അവിടുന്ന് മുതൽ പാർട്ട് വൈകളുടെ കളി തുടങ്ങി. ഇത് ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 2026 വരെ ആയിരിക്കുന്നു ഈ പാർട്ട് വൈകളുടെ കളി. അവനവൻ പറയുന്നതും അവനവൻ ചെയ്യുന്നതുമായിട്ടുള്ള തെമ്മാടിത്തങ്ങളും പുലയാട്ടികളും മാത്രം നിങ്ങളെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്ന പാർട്ട് വൈയുടെ കളിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമല്ല, തട്ടിപ്പാണ്. നമ്മളുടെ സ്വാതന്ത്ര്യം വിൽപ്പനച്ചരക്കാക്കുകയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെയും നമ്മളുടെ കുട്ടികളെയും വിൽപ്പനച്ചരക്കാക്കുകയാണ് പാർട്ട് വൈകൾ ചെയ്യുന്നത്. നമ്മളെയും നമ്മളുടെ പ്രകൃതിയെയും കൂട്ടിക്കൊടുക്കലാണ് നമ്മളുടെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ട് വൈകൾ ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം വിരൽ ചൂണ്ടുന്നത്, നിങ്ങളെ നയിക്കുന്നത്. ഈ അറിവ്, ഈ അസത്യത്തെക്കുറിച്ച്, ഈ ശൂദ്രത്വത്തെക്കുറിച്ച്, ഈ വിഡ്ഢിത്തത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുകയും നിങ്ങളുടെ സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക്
പറന്നുയരാൻ ഓരോ ഭാരതീയനും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.